കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിലെ വസ്തുക്കളുടെ പട്ടിക പുറത്തുവിട്ട് സർക്കാർ. 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡാണ്. 60 കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളുമുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, അപകടകരമായ വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നത്. വിവരങ്ങൾ. നീലിമ, സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 643 കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കപ്പൽ അധികൃതർ കൈമാറിയിരിക്കുന്ന കണക്കുകളാണെങ്കിൽ 640 കണ്ടെയ്നറുകൾ മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവാണ്. ഇത് വെള്ളവുമായി കലർന്നു കഴിഞ്ഞാൽ അസറ്റിലീൻ വാതകം എന്ന ഒരു വാതകം പുറപ്പെടുവിക്കും. ഇത് ശരീരത്തിന് ഹാനികാരകമാണ് എന്നുകൂടി പറയപ്പെടുന്നു. അതുപോലെ തന്നെ തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് മെയ് 24-ാം തീയതി കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. ഈ കപ്പൽ ആദ്യം ചരിഞ്ഞും പിന്നെ പൂർണ്ണമായി മുങ്ങിയതുമാണ്. കാൽസ്യം കാർബൈഡ് 13 കണ്ടെയ്നറുകളിലാണ്. 7 എണ്ണമാണ് അതിൽ കടലിൽ വീണിട്ടുള്ളത്. ബാക്കിയുള്ളവ കപ്പലിൽ തന്നെയാണുള്ളത്. ക്യാഷ് എന്ന് രേഖപ്പെടുത്തിയ 4 കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. 71 കണ്ടെയ്നറുകൾ കാലിയാണെന്നും അതുപോലെ തന്നെ 46 എണ്ണത്തിൽ തേങ്ങയും കശുവണ്ടിയും ഉണ്ട്. 87 കണ്ടെയ്നറുകളിൽ തടിയും 60 കണ്ടെയ്നറുകൾ പോളിമർ അസംസ്കൃത വസ്തുക്കളുമാണെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. 39 കണ്ടെയ്നറുകൾ വസ്ത്ര നിർമ്മാണത്തിനുള്ള സാധനങ്ങളാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അതിൽ നമ്മൾ ഭയപ്പെടേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. കാര്യം കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവും വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ അത് മാരക രോഗത്തിന് കാരണമാകുന്ന ഒരു ഹാനികാരകമായ വിഷവസ്തു ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.